ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ, അതായത് നിങ്ങൾ കുറേ പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ, ഓർമ്മയില്ലേ? അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കി. അതിനകത്ത് നമ്മൾ പെൻഡിങ് വെച്ചൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ദ ഇമ്പോർട്ടൻറ്റ് വൺ. എങ്ങനെയാണ് ഒരു കറൻസിയുടെ അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് മാത്രം ചെയ്തില്ലായിരുന്നു, ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് അല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തായിരുന്നു. നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നാലും ഞാൻ എഗെയിൻ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളുടെ ആഷ്പിൻ സാറിനോട് ഞാൻ സംസാരിച്ചായിരുന്നു. ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിച്ചത്. അത് ബേസ് മാത്രമാണ്. അതിനെ ചുറ്റിപ്പറ്റി ഇനി കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ മണി മാർക്കറ്റ് ഹെഡ്ജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, ഡിമാറ്റ് അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ സിലബസിനകത്ത് ഉണ്ടാവും അല്ലേ. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഈ പറയുന്ന പോലെ ഷെയർസും ഡിബഞ്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് നടത്തിയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വിചാരിച്ച പോലെ നിസാരം 1-2 രൂപയ്ക്കൊന്നുമല്ല, മനസ്സിലായോ? വളരെയധികം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് പെർ ഡേ. അതായത് ഇപ്പം AB ലിമിറ്റഡ് അല്ലെങ്കിൽ റിലയൻസിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് പിറ്റേ ദിവസം വിൽക്കുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കറൻസിക്കകത്തുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന കുറേ ടീമുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഭാവിയിൽ അങ്ങനെ ഒരു തലത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കരിയർ വൈസ് എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഓക്കെ, അത് ഇന്ത്യക്ക് അകത്ത് ജോലി ചെയ്യുന്നാലും ഇന്ത്യക്ക് പുറത്ത് ജോലി, വിദേശത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യം വേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് ഒരു എക്സ്ചേഞ്ച് റേറ്റ്? നിങ്ങൾക്കൊന്ന് എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് ടോപ്പിക് വൈസ് ഒന്ന് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് ഒരു കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ്, അല്ലെങ്കിൽ കറൻസി കോഡ്സ് എന്ന് പറഞ്ഞത് എന്താണ്? എങ്ങനെയാണ് ആ കറൻസി കോഡ്സിനെ നമ്മൾ എഴുതേണ്ടത്? ആ കറൻസി കോഡ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഒന്നിനെ അമേരിക്കൻ കോഡ് എന്നും ഒന്നിനെ യൂറോപ്യൻ കോഡ്സ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ആ ഒരു കോട്ടിന് അല്ലെങ്കിൽ ആ ഒരു കറൻസി കോഡ്സിന് 2 ഭാഗങ്ങളുണ്ടായിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് അതിൻ്റെ പ്രൈസ്, ആൻഡ് ദ സെക്കൻഡ് വൺ അതിൻ്റെ കമ്മോഡിറ്റി. ഇനി അങ്ങനെ എഴുതുന്ന കറൻസി കോഡ്സിനെ തന്നെ എഗെയിൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു? ഡയറക്റ്റ് കോട്ടും ഇൻഡയറക്റ്റ് കോട്ടും. എന്താ ഡയറക്റ്റ് കോട്ട്? അതായത് ഹോം കറൻസി ഏതാണോ അത് പ്രൈസും, ഫോറിൻ കറൻസി ഏതാണോ അത് കമ്മോഡിറ്റി ആണെങ്കിൽ അതിന് ഡയറക്റ്റ് കോട്ടെന്നും, നേരെ തിരിച്ച് ഹോം കറൻസി ഏതാണോ അത് കമ്മോഡിറ്റിയും, ഫോറിൻ കറൻസി ഏതാണോ അത് പ്രൈസും ആവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണെന്ന് പറഞ്ഞത്? ഇൻഡയറക്റ്റ് കോട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ പറഞ്ഞത് കൺവേർഷൻ ഓഫ് ഡയറക്റ്റ് കോട്ട് ഇൻറ്റു ഇൻഡയറക്റ്റ് കോട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വാല്യൂ ചെയ്യുന്ന നേരത്ത് 1// ഡയറക്റ്റ് കോട്ട് ചെയ്താൽ ഇൻഡയറക്റ്റ് കോട്ട് കിട്ടും, ആണോ? പിന്നീട് നമ്മൾ കൊണ്ടുവന്നത് ഇതിനിടയിൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബിഡ് ആൻഡ് ആസ്ക് എന്ന് പറയുന്ന 2 കാര്യങ്ങളും കൂടെ കയറി വന്നു. വാട്ട് യു മീൻ ബൈ ബിഡ്? ബിഡ് മീൻസ് ബാങ്ക് ബൈ ചെയ്യുന്ന റൈറ്റിനെയാണ് നമ്മൾ ബിഡ് എന്ന് പറയണേ. ആൻഡ് ആസ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആസ്ക് റൈറ്റ് എന്ന് പറയണേ, ആണോ? ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഡയറക്റ്റ് കോട്ടിൻ്റെ ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് കൺവേർഷനും ബിഡും ആസ്കും കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്തായിരുന്നു. എങ്ങനെയായിരുന്നു? 1// അല്ലെങ്കിൽ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ 1// ബിഡിനെയാണ് നമ്മൾ ആസ്ക് ആയിട്ട് എടുത്തത്. അതേപോലെ തന്നെ 1// ആസ്കിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? ബിഡായിട്ട് എടുത്തത്. അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തു നോക്കിയതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞൊരു സാധനമാണ് അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൂടിയിട്ടാണ്. നമ്മളത് കഴിഞ്ഞ ദിവസം അവിടെ നിർത്താൻ കാരണം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം ആ സ്വാപ്പ് പോയിന്റ്സ് എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുത്തേ പറ്റൂ. മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതായത് റുപ്പി ബൈ ഡോളർ 70-72. ഇവിടെ ബിഡും ആസ്കും എന്ന് പറയുന്ന കാറ്റഗറി അല്ല നമ്മൾ പറഞ്ഞേ. പകരം ഇതിനെ നമ്മൾ എന്തും പറഞ്ഞു? സ്പോട്ട് റേറ്റ് എന്നും ഇതിനെ ഫ്യൂച്ചർ റേറ്റ് എന്നും പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സ്വാപ്പ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ മെൻഷൻ ചെയ്തത്, ആണോ? ഇനി ഇവിടെ സപ്പോസ് 1 month ആണ് ഇതിൻ്റെ ഡിഫറൻസ് കയറി വരുന്നതെങ്കിൽ, അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? $1 ഇപ്പോൾ 70 രൂപയായി, ഒരു മാസം കഴിയുമ്പം $1 72 രൂപയായി. നോക്കി, ഇങ്ങനെ ഒരു കോട്ടിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, ഏത് കറൻസിയാണ് അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്.
രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ദാറ്റ് മീൻസ് ആ രണ്ട് റേറ്റുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ രണ്ട് റേറ്റുകൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഏത് കറൻസിയാണ് അപ്രീസിയേറ്റ് ചെയ്യുന്നത്, ഏത് കറൻസിയാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് ദ സെക്കൻഡ് വൺ, അതിൽ നിന്ന് അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ്റെ ആനുവൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ചില കേസിനകത്ത് നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന ആനുവൽ പെർസെൻറ്റേജിലാണ്, ആണോ? സോ ആനുവൽ എത്ര ശതമാനമാണ് ആ കറൻസി അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ശതമാനമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു കോട്ട് എഴുതുന്ന നേരത്ത് അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഏതിനായിരിക്കും? കമ്മോഡിറ്റിക്കായിരിക്കും, അല്ലേ? കമ്മോഡിറ്റിക്ക് വേണ്ടി അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: F - S ഡിവൈഡഡ് ബൈ S ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ M ഇൻറ്റു 100. ഇതെന്തിനാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? എന്തിനാ? ആനുവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. മനസ്സിലായി? ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. 72 ആയിരുന്നു, ഫ്യൂച്ചർ വാല്യൂ 72 ആണ്, സ്പോട്ട് വാല്യൂ 70 ആണ്. ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 1. കാരണം എന്താ? ഈ 72 ആയത് എത്ര മാസം കൊണ്ടാണ്? ഒരു മാസം കൊണ്ടാണ്. സോ 12 മന്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന നേരത്ത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസിൻ്റെ അല്ല നമ്മൾ പറയണേ, ആ കമ്മോഡിറ്റിയുടെ നമുക്ക് എന്ത് കിട്ടും? അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ എന്ന് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൽ നിന്ന് പ്രൈസിൻ്റെ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് പ്രൈസിൻ്റെ കണ്ടുപിടിക്കാൻ രണ്ട് വഴികളാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഈ പ്രൈസിനെ നമുക്ക് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? കമ്മോഡിറ്റി ആക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റിനെ നമുക്ക് ഇൻഡയറക്റ്റ് ആക്കാം, അല്ലേ? അതായത് ഡോളർ ബൈ റുപ്പി ആക്കാം. ഡോളർ ബൈ റുപ്പി ആക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ? 1 ഡിവൈഡ് ബൈ 70യും 1 ഡിവൈഡ് ബൈ 72 എടുക്കണം. എന്നിട്ട് അതിൻ്റെ വാല്യൂ വെച്ചിട്ട് ഈ സെയിം ഇക്വേഷൻ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. കാരണം എന്താ? അവിടെ നോക്കി, അവിടെ റുപ്പി എന്ന് പറയുന്ന സാധനം എന്തായി? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി, ഹോം കറൻസി എന്ന് പറയുന്ന സാധനം എന്തായി? കമ്മോഡിറ്റി ആയി. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? സോ ഏതിനു വേണ്ടിയിട്ട്? ഫോർ പ്രൈസ്, അതായത് അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ ഫോർ പ്രൈസ്, ആ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്താണോ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, S - F divided by F into 12 divided by M into 100. ചെയ്തോ മനസ്സിലായല്ലോ? സോ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്: സ്വാപ്പ്. അതായത് മിക്കവാറും കേസുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വാപ്പ് പോയിന്റ്സ് മാത്രമേ നമുക്ക് അറിയാവൂ. മനസ്സിലായി? നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വാപ്പ് പോയിന്റ്സ്, അവിടെ പുതിയൊരു പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. സ്വാപ്പ് പോയിന്റ്സ് എന്താണ്? സ്വാപ്പ് പോയിന്റ്സ് എത്രത്തോളമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചർ റേറ്റ്, അതായത് കറണ്ട് റേറ്റിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണോ ഫ്യൂച്ചർ റേറ്റിനകത്ത് വരുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വാപ്പ് പോയിന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഈ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ളതിൻ്റെ 1-2 ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നലെ ചെയ്ത പോലെ നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്ന പ്രോബ്ലം കാര്യങ്ങൾ നിങ്ങൾ കൂടെ തന്നെ എഴുതി ചെയ്താലേ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഒന്ന് വർക്കൗട്ട് ചെയ്താൽ ഈ തിയറി പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം ഇതിൻ്റെ പ്രാക്ടിക്കൽ സെൻസും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കണേ. ആ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ഒരു പീസ് ഓഫ് പേപ്പറോ പേനയോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ആദ്യത്തെ ഓൺലൈൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പേനയോ പേപ്പറോ കാൽക്കുലേറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നും. ഓൺലൈൻ ക്ലാസ്സാണ്, ഇതിൻ്റെ പോരായ്മകൾ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. സോ എനിക്കിത് എഫക്റ്റീവ് ആക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ് നമുക്ക് ഇങ്ങനൊരു സ്ക്രീനിൽ പഠിപ്പിച്ചാലേ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആ ക്ലാസ് നമ്മൾ വളരെയധികം ലിമിറ്റ് ചെയ്തത്. മനസ്സിലായി? എഫക്റ്റീവ് ആക്കണമെങ്കിൽ എന്നെപ്പോലെ തന്നെ നിങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ സഹകരിക്കണം. നമുക്ക് നോക്കാം. 1-2 ഇല്ലുസ്ട്രേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും.
ഓക്കെ, പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. ഇൻ ദ ഫോളോയിങ് കേസസ് ഐഡന്റിഫൈ ആസ് ടു വിച്ച് കറൻസി ഈസ് അപ്രീസിയേറ്റിംഗ് ആൻഡ് വിച്ച് കറൻസി ഈസ് ഡിപ്രീസിയേറ്റിംഗ്. പ്രത്യേകിച്ച് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. രണ്ട് റൈറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഏത് കറൻസിയാണ് അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് കറൻസിയാണ് ഡിപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കി, സ്പോട്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ്? സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് $1 140 yen. ഓക്കെ, ആൻഡ് ഫ്യൂച്ചർ റേറ്റ് എന്ന് പറയുന്നത് $1 142 yen. ഇവിടെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നത് 3 months. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഏതാണ് അപ്രീസിയേറ്റ് ചെയ്യണേ, ഏതാണ് ഡിപ്രീസിയേറ്റ് ചെയ്യണേ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയായിരിക്കാം? നമുക്ക് നോക്കി, നമ്മൾ പഠിച്ച കറൻസി എക്സ്ചേഞ്ച് കാർഡ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊണ്ടുവരാം. അതായത് 140 yen for $1. സോ നമുക്ക് എങ്ങനെ എഴുതാം? yen by dollar 140 അല്ലേ? ആഫ്റ്റർ 3 months yen by dollar 142. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഏത് കറൻസിയാണ് അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഏത് കറൻസിയാണ് അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് $1 ഇപ്പം 140 രൂപ കൊടുക്കണം. $1 കിട്ടാൻ ഇപ്പം 140 yen കൊടുക്കണം. ആഫ്റ്റർ 3 months $1 കിട്ടാൻ നിങ്ങൾ എത്ര yen കൊടുക്കണം? 142 yen കൊടുക്കണം. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓക്കെ, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? 140 yen 142 yen അല്ലേ? അതായത് ഇപ്പോൾ $1 140 yen, 3 മാസം കഴിയുമ്പോൾ $1 142 yen. സോ പെട്ടെന്ന് തന്നെ നമ്മൾ, അതായത് ബാക്കിയുള്ള കാര്യങ്ങളെ ചിന്തിക്കാതെ പെട്ടെന്ന് പറയുവാണെങ്കിൽ ഇവിടെ 140 yen ഇവിടെ വന്നപ്പോൾ 142 yen ആയി, അപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്താഗതി വരും. അത് തെറ്റാണ്. നിങ്ങൾ ആ എന്നിനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട്, ആ ഡോളറിനെ ഒരു കമ്മോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന് വാങ്ങിക്കാൻ 140 രൂപ കൊടുക്കണം. ആഫ്റ്റർ 3 months അതേ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾ 142 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെ വാല്യൂ ആയിരിക്കും അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവണേ? തീർച്ചയായിട്ടും ഡോളറിൻ്റെ വാല്യൂ ആയിരിക്കും അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവണേ. സോ ഈ കേസിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് കറൻസിയാണ് അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതാണ് ഡിപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഏതാ? ഇവിടെ അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് ഡോളറിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് ഏതിനായിരിക്കും? യെന്നിനാണ്. മനസ്സിലായോ? സോ 140 142. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എത്ര ശതമാനമാണ് അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നും എത്ര ശതമാനമാണ് ഡിപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നും ചെക്ക് ചെയ്യാം. പറയാം. സോ നോക്കി, നമ്മുടെ കോട്ട് എങ്ങനെയായിരുന്നു? yen by dollar 140 142 അല്ലേ? ഇത്രയല്ലേ പറഞ്ഞേ? സോ നോക്കി, നമ്മൾ പറഞ്ഞതനുസരിച്ച് കമ്മോഡിറ്റിയുടെ അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഫോളോ ചെയ്യണം? F minus S divided by S into 12 divided by M. M എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര മാസം വരും? അതായത് ഈ വ്യത്യാസം വന്നിരിക്കുന്നത് 3 മാസത്തെയാണ് അല്ലേ? സോ 12 divided by M into 100 ആണോ? സോ ഇവിടെ 142 minus 140 divided by 140 into 12 divided by 3 into 100. Okay, that means 2 divided by 140 into 12 divided by 3 into 100. ഒരു മിനിറ്റ്, കാൽക്കുലേറ്റർ എടുത്തോട്ടെ, ഒരു മിനിറ്റ്. സോ ഇവിടെ ആൻസർ വരുമ്പം 2 divided by 140 into 12 divided by 3 into 100. 5.71% വരും. ദാറ്റ് മീൻസ് ഇവിടെ അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് ഏതിനാ? 5.71%. ഏതിനാ? ഡോളറിന്. ഒരിക്കൽ കൂടെ 2 divided by 140 into 12 divided by 3
ഇൻറ്റു 100. യെസ്, 5.71%. ശ്രദ്ധിക്കേണ്ടത് ഇതെന്താ, പെർ ആനമാണ്, ഒരു മാസത്തെയാണ്, സോറി ഒരു വർഷത്തെയാണ്. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഇത് കമ്മോഡിറ്റിയുടെ ആണ്, അല്ലെങ്കിൽ ഇത് ഡോളറിൻ്റെ ആണ്. ഇനി നമുക്ക് ഏതിൻ്റെ കൂടെ കണ്ടുപിടിക്കണം? ഡോളറിന് അപ്രീസിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നിന് എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? ഡോളറിന് അപ്രീസിയേഷൻ സംഭവിച്ചാൽ തീർച്ചയായിട്ടും എന്നിന്, അതായത് കമ്മോഡിറ്റിക്ക് അപ്രീസിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസിന് ഡിപ്രീസിയേഷൻ തന്നെ ആയിരിക്കും, നോ ഡൗട്ട്. അങ്ങനെയാണല്ലോ. സോ ഇവിടെ പ്രൈസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ രണ്ട് ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്ന് എന്ത് ചെയ്യാം, ഡോളർ ബൈ റുപ്പി കണ്ടുപിടിക്കാം. റുപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/140, 1/142 ചെയ്യാം. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയൊക്കെ വരും? 0.0071, 0.0070. ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പം സോറി റുപ്പി അല്ലല്ലോ, ഡോളർ ബൈ യെൻ. ഇവിടെ ഇപ്പം യെൻ എന്ന് പറയുന്നത് കമ്മോഡിറ്റി ആയി അല്ലേ? സോ ആ കമ്മോഡിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്മോഡിറ്റീനെ ഈ പറയുന്ന നോർമൽ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞൊരു കാര്യമല്ലായിരുന്നു, ഇത് വേണ്ട, ദാറ്റ് മീൻസ് യെൻ ബൈ ഡോളർ. ഇവിടെ ഡോളർ കമ്മോഡിറ്റിയും യെൻ പ്രൈസുമാണ്. പ്രൈസിനെ കണ്ടുപിടിക്കാൻ നേരത്തെ പഠിച്ചതിൻ്റെ ഫോർമുല നേരെ തിരിച്ച് ചെയ്യുക. എന്താ ഈ ഫോർമുല എന്നായിരുന്നു? F minus S divided by S ആയിരുന്നു. അതങ്ങ് മാറ്റുക. പകരം S minus F divided by F into 12 divided by M into 100. മനസ്സിലായോ? സോ എത്ര വരും? എസ് എത്രയാ ഇപ്പം? എത്രയാ? 140 142 വരും. ഡിവൈഡഡ് ബൈ 142 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ എം എത്രയായിരുന്നു? 3 months ആയിരുന്നു, ഇൻറ്റു 100. സോ ഇവിടെ നോക്കി, ഇവിടെ മൈനസ് വാല്യൂ വരും. 140 മൈനസ് 142 മൈനസ് 2 ഡിവൈഡഡ് ബൈ 142 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100. %5.6 വരും. നെഗറ്റീവ് ആണ്. സോ ഇതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നെഗറ്റീവ് ഫിഗർ വന്നതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ചെയ്ത കാര്യം മനസ്സിലായാലോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് വന്നു എന്ന് മാത്രം. ഇത്രയും മാത്രം പോരാ. അതായത് സാധാരണ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന രീതി ആലോചിക്കുമ്പോൾ ആദ്യമേ തന്നെ ആ കറൻസി കോഡ്സ് നോക്കിയിട്ട് ഏതാണ് അപ്രീസിയേറ്റ് ചെയ്യുന്നതും ഏതാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേ പറ്റൂ. മനസ്സിലായോ? അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏതാണ് കമ്മോഡിറ്റി എന്നും ഏതാണ് പ്രൈസ് എന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നോർമൽ ഫോർമുല F minus S divided by S into 12 divided by M into 100. അതർവൈസ് അതല്ലെങ്കിൽ പ്രൈസിന് വേണ്ടിയിട്ടാണെങ്കിൽ നേരെ തിരിച്ചും കൂടെ ചെയ്യണം. മനസ്സിലായോ? ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് കയറി വരുന്നത്. പ്രോബ്ലം വരുന്നത് എങ്ങനെയാണ്? ഡിറ്റർമൈൻ വെദർ ദ ഹോം കറൻസി ഈസ് അപ്രീസിയേറ്റിംഗ് ഓർ ഡിപ്രീസിയേറ്റിംഗ്. അതായത് ഹോം കറൻസി അപ്രീസിയേറ്റിംഗ് ആണോ ഡിപ്രീസിയേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് കമ്പ്യൂട്ട് ദ ആനുവൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്. എത്രത്തോളമാണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. സോ ഇവിടെ രണ്ട് കറൻസിയുടെയും കാണണ്ട, ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം മതി. അത് ഹോം കറൻസിയുടെ മാത്രം മതി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേ, ഹോം കറൻസിയുടെ മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇല്ലുസ്ട്രേഷൻസ് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് കറൻസി കോഡ് ഇൻ മുംബൈ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സ്പോട്ട് റേറ്റ് തന്നിട്ടുണ്ട്, ഫോർവേഡ് ഓർ ഫ്യൂച്ചർ റേറ്റും തന്നിട്ടുണ്ട്. ഇവിടെ ഓക്കെ, കനേഡിയൻ ഡോളർ ആണ് കറൻസി. സ്പോട്ട് റേറ്റ് തന്നിരിക്കുന്നത് 31.80. 31.80. ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് 32 ആണ്.
സിറ്റുവേഷൻ മനസ്സിലായല്ലോ. കനേഡിയൻ ഡോളറാണ് 31.80 ആണ്, ഫോർവേഡ് റേറ്റ് 32 ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് എത്ര മാസത്തിലാണ്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് എത്ര മാസം, അല്ല സോറി, ഈ തന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എത്ര മാസത്തെ ഡിഫറൻസാണ്? 3 മാസത്തെ ഡിഫറൻസാണ്. മനസ്സിലായി? ഒരു കറൻസിയും കൂടെ തന്നിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കൻ റൺ. ഓക്കെ, ഒരു കറൻസി കൂടെ തന്നിട്ടുണ്ട്. ഇത് സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 6.53 ആണ്, ഇവിടെ 6.40 ആണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 1 മന്ത് ആണ്. മനസ്സിലായി? സോ നോക്കി, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കണേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 2 കറൻസിയുടെയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിറ്റർമൈൻ വെദർ ദ ഹോം കറൻസി ഈസ് അപ്രീസിയേറ്റിംഗ് ഓർ ഡിപ്രീസിയേറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോം കറൻസി എന്ന് പറയുന്നത് ഏതാ? റുപ്പിയ. ദാറ്റ് മീൻസ് ഇവിടെ കനേഡിയൻ ഡോളറും വരും, ഇവിടെ SAR വരും. റുപ്പിയാണ് നമുക്കിവിടെ ഹോം കറൻസി. സോ റുപ്പി അപ്രീസിയേറ്റിംഗ് ആണോ ഡിപ്രീസിയേറ്റിംഗ് ആണോ നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, നോക്കി, കോട്ട്സ് എങ്ങനെ വരും? റുപ്പി ബൈ CAD, കനേഡിയൻ ഡോളർ എന്ന് വരും. എത്രയൊക്കെയാണ്? 31.80 എത്രയായി? 32 ആയി അല്ലേ? എത്ര മാസം കഴിയുമ്പോൾ? 3 മന്ത്സ് കഴിയുമ്പോൾ. സോ നോക്കി, ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ നോക്കണം. ഏത്? നമ്മുടെ ഹോം കറൻസിയിലെ റുപ്പി അപ്രീഷിയേറ്റിംഗ് ആണോ ഡിപ്രീസിയേറ്റിംഗ് ആണോ നോക്കണം. സോ റുപ്പി അപ്രീഷിയേറ്റിംഗ് ആണോ ഡിപ്രീസിയേഷൻ ആണോ നോക്കണമെങ്കിൽ എളുപ്പമാർഗം, റുപ്പി ഇവിടെ പ്രൈസ് ആണ്. കമ്മോഡിറ്റി അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ നോക്കാം. കമ്മോഡിറ്റി അപ്രീസിയേറ്റിംഗ് ആണെങ്കിൽ റുപ്പി തീർച്ചയായിട്ടും എന്തായിരിക്കും? ഡിപ്രീസിയേറ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ കമ്മോഡിറ്റി ഡിപ്രീസിയേറ്റിംഗ് ആണെങ്കിൽ റുപ്പി അപ്രീഷിയേറ്റിംഗ് ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കി, ഒരു കനേഡിയൻ ഡോളറിന് 31.80 ആണ്. ഒരു കനേഡിയൻ ഡോളറിന് ആഫ്റ്റർ 3 മന്ത്സ് ഒരു കനേഡിയൻ ഡോളറിന് 32 rupees ആയി. അതായത് ഇപ്പം കിട്ടുന്ന ഒരു കനേഡിയൻ ഡോളറിന് നിങ്ങൾ എത്ര രൂപ കൊടുത്താൽ മതി? 31.80 രൂപ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ആഫ്റ്റർ 3 മന്ത്സ് ഒരു കനേഡിയൻ ഡോളർ കിട്ടാൻ നിങ്ങൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 32 രൂപ കൊടുക്കേണ്ടി വരും. സോ ഇവിടെ ഏതായിരിക്കും അപ്രീഷിയേറ്റിംഗ്? കനേഡിയൻ ഡോളർ ആയിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണേ, ആണോ? കനേഡിയൻ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് പതിവ് പോലെ തന്നെ എന്തായിട്ട് കയറി വരും? ഡിപ്രീസിയേറ്റ് ചെയ്യും. മനസ്സിലായോ? സോ കനേഡിയൻ ഡോളർ അപ്രീസിയേറ്റ് ആണ്. സോ നമ്മുടെ ഇന്ത്യൻ കറൻസി ഡിപ്രീസിയേറ്റിംഗ് വരും. ഇനി നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മാത്രമാണ് അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കറൻസിയുടെ മാത്രമാണ് അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഹോം കറൻസി പ്രൈസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രൈസ് അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ എന്നറിയാൻ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? നോർമൽ അല്ല, തലതിരിഞ്ഞിട്ടുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ദാറ്റ് മീൻസ് S minus F divided by F into 12 divided by M into 100. ഓക്കെ, സോ എത്ര വരും? S എത്രയാ? സ്പോട്ട് റേറ്റ് എത്രയാ? 31.80 മൈനസ് 32 divided by 32 into 12 divided by 3 into 100. മനസ്സിലായോ? സോ എത്ര വരും? ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് 2.5% വരും. ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എഴുതേണ്ട കാര്യമില്ല. 2.5% എന്താണെന്ന് എഴുതിയാൽ മതി? ഡിപ്രീസിയേഷൻ ആണെന്ന് എഴുതിയാൽ മതി. സോ ഇവിടെ പ്രൈസ് 2.5% ഡിപ്രീസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? കനേഡിയൻ ഡോളർ എത്ര ശതമാനം അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും? 2.5% കനേഡിയൻ ഡോളർ അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി? പക്ഷേ നമ്മുടെ അടുത്ത് പ്രൈസിൻ്റെ, അതായത് എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രൈസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ? പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ചെയ്തോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്, SAR കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 6.53 6.40 ആയി. ആദ്യമേ തന്നെ
സാധാരണ രീതി ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഏത് കറൻസിയാണ് അപ്രീസിയേഷൻ എന്നും ഏത് കറൻസിയാണ് ഡിപ്രീസിയേഷൻ എന്നും മനസ്സിലാക്കണം. മനസ്സിലായോ? സോ എങ്ങനെ ചെയ്യാം നോക്കി. അതായത് ഒരു SAR ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 മന്താണ്. അതായത് ഇപ്പം ഒരു SAR കിട്ടാൻ 6.53 റുപ്പീസ് കൊടുക്കണം. മനസ്സിലായോ? പക്ഷേ ആഫ്റ്റർ 1 മന്ത് ഒരു SAR കിട്ടാൻ നമ്മൾ എത്ര മാത്രം കൊടുത്താൽ മതി? 6.40 റുപ്പീസ് മാത്രം കൊടുത്താൽ മതി. സോ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മുടെ റുപ്പി എന്തായി? നമ്മുടെ റുപ്പിക്ക് എന്ത് സംഭവിച്ചു? അപ്രീസിയേഷൻ സംഭവിച്ചു. മനസ്സിലായോ? എങ്ങനെയാ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു SAR ഇപ്പം 6 രൂപ 50 പൈസ കൊടുക്കണം. പക്ഷേ ഒരു മാസം കഴിയുമ്പം ഒരു SAR 6 രൂപ 40 പൈസ മാത്രം കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് SAR വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്തു. SAR വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഏതിൻ്റെ വാല്യൂ കൂടി? റുപ്പിയുടെ വാല്യൂ കൂടി. ഇനി അതേ ഫോർമുല തന്നെ റുപ്പിയുടെ ആയതുകൊണ്ട് റുപ്പിയുടെ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം SAR ഒന്ന് നോക്കാം. SAR ആണ് ഇവിടെ കമ്മാഡിറ്റി. അതുകൊണ്ട് SAR ചെയ്യുമ്പോൾ ഏത് ഫോർമുല വരും? F minus S divided by S into 12 divided by M into 100 അല്ലേ? F എത്രയാ? 6.40 minus 6.53 divided by 6.53 into 12 divided by 1 into 100. %23.88% വരും. നെഗറ്റീവ് ഫിഗറാണ്, നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് ഇത് എന്ത് സംഭവിക്കുന്നതായിരിക്കും? ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? സോ ഇത് ഡിപ്രീസിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റുപ്പി എന്ത് ചെയ്യും? റുപ്പി അപ്രീസിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് റുപ്പിയുടെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. റുപ്പിയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും? ഇപ്പോൾ യൂസ് ചെയ്ത ഫോർമുല നേരെ തിരിച്ച്. ദാറ്റ് മീൻസ് S minus F divided by F into 12 divided by M into 100 അല്ലേ? S എത്രയായിരുന്നു? 6.53. That means 6.53 minus 6.40 divided by 6.40 into 12 divided by 1 into 100. ഓക്കെ, ചെയ്യുമ്പം എത്ര വരും? 24% തന്നെ വരും. ചെറിയൊരു വ്യത്യാസം, അത് നമ്മൾ ആ പോയിന്റ് എടുത്തതിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുന്ന ചെറിയൊരു വ്യത്യാസം. മനസ്സിലായോ? സോ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കി തരണമെന്ന് മാത്രം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിലോട്ട് എത്തുകയാണ്. ഓക്കെ, അത് ഞാനൊരു ഇല്ലുസ്ട്രേഷൻ തന്നെ പറയാം. ഇല്ലുസ്ട്രേഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കയറി വരുന്ന, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഒന്നുമല്ല, നോർമലി ഈ പറയുന്ന ഡയറക്റ്റ് പർച്ചേസും സെയിൽസിൻ്റെ ഒക്കെ രീതിയിൽ കയറി വരുന്ന ഒരു പ്രോബ്ലം. പ്രോബ്ലം ഇങ്ങനെയാണ്. കൺസിഡർ ദ ഫോളോയിങ് യൂറോ USD ഡയറക്റ്റ് കോട്ട്. ദാറ്റ് മീൻസ് കോട്ട് തന്നിരിക്കുന്നത് യൂറോ USD ഡയറക്റ്റ് കോട്ടാണ് തന്നിരിക്കണേ. 0.9345 0.9375 ഡയറക്റ്റ് കോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് യൂറോ USD 0.9345 0.9375. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ബൈയിങ് യൂറോ? അതായത് 1,25,000 യൂറോ ബൈ ചെയ്യാനുള്ള കോസ്റ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഇത് ബിഡും ഇത് ആസ്കുവാ. ക്വസ്റ്റ്യൻ നമ്പർ 1. ദാറ്റ് മീൻസ് 1,25,000 യൂറോയാണേ. സോ 1,25,000 യൂറോ ബൈ ചെയ്യാനുള്ള കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ബൈയിങ് USD? ദാറ്റ് മീൻസ് 78,500 USD വാങ്ങിക്കാനുള്ള കോസ്റ്റ്. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എന്താ പറഞ്ഞേ? അതായത് യൂറോ USD കോട്ട് തന്നിട്ടുണ്ട്, ബിഡും തന്നിട്ടുണ്ട്, ആസ്കും തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ? 1,25,000 യൂറോ വാങ്ങിക്കാനുള്ള കോസ്റ്റ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ 78,500 USD വാങ്ങിക്കാനുള്ള ചാർജ്. ഇവിടെ ആദ്യത്തെ അവിടെ നിൽക്കട്ടെ. അതായത് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും എപ്പോഴും എന്തായിരിക്കും? കമ്മോഡിറ്റി ആയിരിക്കും. ആണോ? വാങ്ങിക്കുന്നതും വിൽക്കുന്നതും എപ്പോഴും കമ്മോഡിറ്റി ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1,25,000 യൂറോ നിങ്ങൾക്ക് വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ ആ യൂറോ എന്ന് പറയുന്നത് കമ്മോഡിറ്റി ആയിരിക്കണം. ആണോ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? യൂറോ തന്നിരിക്കുന്നത് എന്തായിട്ടാ? പ്രൈസ് ആയിട്ടാണ്. അതായത് ഇപ്പൊ കമ്മോഡിറ്റി ആയിട്ടാണ് നമുക്ക് യൂറോ വേണ്ടത്, പക്ഷേ യൂറോനെ ഇപ്പൊ അവർ തന്നിരിക്കുന്നത് പ്രൈസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ആ ഡയറക്റ്റ് കോട്ടിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും? ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂറോനെ ഏതാക്കി മാറ്റേണ്ടി വരും? കമ്മോഡിറ്റി ആക്കി മാറ്റേണ്ടി വരും. പക്ഷേ രണ്ടാമത്തെ നോക്കി 78,500 USD വാങ്ങിക്കാനുള്ള ചാർജാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 78,500 USD? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 78,500 കോസ്റ്റ് ടു ബൈ 78,500 USD? സോ ഇവിടെ നോക്കി, ഇവിടെ USD എന്ന് പറയുന്നത് വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടി വരുന്ന കമ്മോഡിറ്റിയാണ്. ആണോ? നമുക്ക് കോട്ട്സ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? യൂറോ ബൈ USD എന്നാണ്. അതായത് ഒരു USDക്ക് $1 ഇത്രയും യൂറോ. എത്രയാ? 0.9345 0.9375. സോ നോക്കി, ഒരു USDക്ക് 0.9345 ആൻഡ് 0.9375 യൂറോയാണ് വാല്യൂ ആയിട്ട് പറഞ്ഞത്. നമുക്ക് വേണ്ടത് 78,500 USDക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നിന് ഇത്രയാണ് വാല്യൂ എങ്കിൽ 78,000 ഒരു മിനിറ്റ് 78,500 USDക്ക് എത്ര വരും? ഇൻറ്റു ചെയ്താൽ മതി. ആണോ? പക്ഷേ ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കേസ്, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ബൈയിങ്? ഇത്രയും വാങ്ങിക്കാനുള്ള ചാർജാണ് ചോദിച്ചിരിക്കണേ. സോ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ആര് സെയിൽ ചെയ്യണം? ബാങ്ക് സെയിൽ ചെയ്യണം. അതായത് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾ ബിഡ് എടുക്കുമോ ആസ്ക് എടുക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. നിങ്ങൾക്ക് വാങ്ങിക്കണം. നിങ്ങൾക്ക് എത്ര വാങ്ങിക്കണം? 78,500 USD നിങ്ങൾക്ക് വാങ്ങിക്കണം. 78,500 USD നിങ്ങൾക്ക് വാങ്ങിക്കണം. സോ 78,500 USD നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് ആര് സെയിൽ ചെയ്തേ പറ്റൂ? ഇത് ബാങ്ക് സെയിൽ ചെയ്തേ പറ്റൂ. ബാങ്ക് സെയിൽ ചെയ്യുന്ന റേറ്റ് ഏതാ? ബിഡാണോ ആസ്കാണോ? ആസ്കാ. സോ നമുക്ക് ഇവിടെ നോക്കി, ആസ്ക് റേറ്റ് വരുന്നത് എത്രയാണ്? 0.9375 ആണ്. ദാറ്റ് മീൻസ് എത്ര വരും? $. വരും. 73,593.75 വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന പോലെ 78,500 USD വാങ്ങിക്കാം. മനസ്സിലായോ? $. അല്ലല്ലോ, യൂറോ വരും. കാരണം നമുക്ക് കോഡ്സ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദേ യൂറോ ബൈ USD ആണ് തന്നിരിക്കുന്നത്. സോ 78,500 USD വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വരും? 73,593.75 യൂറോ വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, 1,25,000 യൂറോ വാങ്ങിക്കണം. 1,25,000 യൂറോ വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ യൂറോ പ്രൈസ് എന്നുള്ളത് മാറിയിട്ട് ഏതാവണം? കമ്മോഡിറ്റി ആവണം. പക്ഷേ ഇവിടെ യൂറോ തന്നിരിക്കുന്നത് എന്തായിട്ടാണ്? പ്രൈസ് ആയിട്ടാണ്. സോ ആ തന്നിരിക്കുന്ന പ്രൈസിനെ നമുക്ക്, അതായത് ഇപ്പോൾ തന്നിരിക്കുന്നത് യൂറോ ബൈ USD ആണ്, അതിനെ കൺവേർട്ട് ചെയ്ത് USD ബൈ യൂറോ ആക്കണം. വേണ്ടേ? അങ്ങനെ ആക്കുന്ന നേരത്ത് നോക്കിയേ, ഇവിടെ ബിഡ് ആണെങ്കിൽ ഇവിടെ ബിഡ് കിട്ടാൻ എന്തെടുക്കണം എന്നാണ് പറഞ്ഞത്? 1 ആസ്ക് എടുക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ? അതേപോലെ തന്നെ ആസ്ക്, ഇവിടെ ആസ്ക് കിട്ടാൻ 1 ബിഡ് എടുക്കണം. നോക്കാം. യൂറോ ബൈ USD തന്നിരിക്കുന്ന റേറ്റ് എങ്ങനെയൊക്കെയായിരുന്നു? 0.9345
0.9375. ഇതാണ് തന്നിരിക്കുന്ന റേറ്റ് അല്ലേ. നമുക്കിതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഏതിലോട്ട് എത്തിക്കണം? USD/Euro ആക്കണം. അങ്ങനെ ആക്കുന്ന നേരത്ത് ബിഡ് എടുക്കുമ്പോൾ 1 ആസ്ക് എടുക്കണം. ആസ്ക് എടുക്കുന്ന നേരത്ത് 1 ബിഡും എടുക്കണം. അങ്ങനെയല്ലേ പഠിച്ചേ? ഇന്നലെ നമ്മൾ അങ്ങനെ നോക്കി. ഡയറക്റ്റ് കോട്ടിനെ ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബിഡ് എടുക്കുമ്പോൾ 1 ആസ്ക് എടുക്കണം. ആസ്ക് എടുക്കുന്ന നേരത്ത് 1 ബിഡും എടുക്കണം. സോ ഇവിടെ വാല്യൂ എത്രയൊക്കെ വരും? 1/0.9375 1.067. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ബൈയിങ് 1,25,000 euro. അതായത് 1,25,000 യൂറോയാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ഡോളർ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, ആസ്ക് റേറ്റ് എത്രയാണ്? ഇൻറ്റു 1.070 അല്ലേ. ബിഡ് എടുക്കില്ല, അവിടെയും ആസ്ക് എടുക്കുള്ളൂ. കാരണം എന്താ? നമുക്കാണ് യൂറോ വാങ്ങിക്കേണ്ടത്. നമ്മൾ യൂറോ വാങ്ങിക്കണമെങ്കിൽ ആര് സെയിൽ ചെയ്തേ പറ്റൂ? ബാങ്ക് സെയിൽ ചെയ്തേ പറ്റൂ. സോ എത്ര വരും? $1,33,750 കൊടുക്കേണ്ടി വരും. ചെയ്ത് മനസ്സിലായോ? അതായത് രണ്ടും നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. രണ്ടും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം എന്താ? അതായത് ആദ്യത്തേനകത്ത് USD തന്നെയായിരുന്നു കമ്മോഡിറ്റി, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി. പക്ഷേ രണ്ടാമത് നമ്മൾ ചെയ്തതിനകത്ത് യൂറോ ആയിരുന്നു കമ്മോഡിറ്റി. സോ തന്നിരിക്കുന്ന കോട്ട് ഏതായിരുന്നു? USD ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ EUR/USD ആയിരുന്നു. സോ അതിനെ നമ്മൾ മാറ്റി കമ്മോഡിറ്റി ആയിട്ട് യൂറോ ആക്കി. സോ നമുക്ക് ആ ഡയറക്റ്റ് കോട്ടിനെ ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡയറക്റ്റ് കോട്ടിനെ ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് ബിഡ് കിട്ടാൻ വേണ്ടി 1 ആസ്ക് കൊടുക്കണം. ആസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1 ബിഡ് കൊടുക്കണം. ഇവിടെ രണ്ടിനകത്തും നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ബാങ്ക് ഇത് സെയിൽ ചെയ്തേ പറ്റൂ. സോ നമ്മൾ ഏതാ ട്രീറ്റ് ചെയ്യാൻ പോണേ? ആസ്ക് ആണ് ട്രീറ്റ് ചെയ്യാൻ പോണേ. ചെയ്താൽ മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, നിങ്ങൾക്ക് ഭാവിയിൽ എവിടെയെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്നുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭാവിയിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ബിഡ് എന്താണ്, ആസ്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദാറ്റ് മീൻസ് എല്ലാം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണം എന്ന് മാത്രമാണ് വിചാരിച്ചത്. എല്ലാ പോയിന്റും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഠിച്ചത്. എന്താ പറയുക, പ്രോബ്ലം ചെയ്ത് നോക്കുക. പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടുതൽ ഇല്ലുസ്ട്രേഷൻസും കാര്യങ്ങളൊന്നും കിടക്കണ്ട. ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെ അല്ലെങ്കിൽ ആ പറഞ്ഞ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആ പറഞ്ഞ ഇല്ലുസ്ട്രേഷൻസ് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്ന് കേട്ടാൽ, ഞാൻ ബാക്കിയുള്ള ക്ലാസ്സുകൾ CAക്കും CMAക്കൊക്കെ എടുക്കുന്നത് പോലെയല്ല, വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. അത് നിങ്ങൾ ഇപ്പം എന്താ പറയുക, ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. നമുക്ക് സാധാരണ രീതിയിൽ നിങ്ങളുടെ കോളേജിലോട്ട് വന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു 1 ഡേ ഫുള്ളായിട്ടൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ കുറേ കൂടെയൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നു. കുറേ കൂടെയൊക്കെ ഇല്ലുസ്ട്രേഷൻസും കുറേ കൂടെ എക്സാമ്പിൾസും കുറേ കൂടെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കയറി വരുവാണെങ്കിൽ ആശ്വിൻ സാറിൻ്റെ അടുത്ത് എൻ്റെ ഫോൺ നമ്പർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആശ്വിൻ സാറിനോട് ചോദിച്ചാൽ സാർ ഫോൺ നമ്പർ കാര്യങ്ങളും തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നതിനകത്ത് IFRS മാത്രമാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഈ ഇൻ്റർനാഷണലി കയറി വരുന്ന നേരത്ത്, നിങ്ങൾ നാളെ വിദേശത്തോട്ടൊക്കെ ജോലിക്ക് പോകുന്ന നേരത്ത് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലബസ് കുറച്ചും കൂടെയൊക്കെ ഒന്ന് വൈഡാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. IFRS എടുക്കുന്നതിന് മുമ്പ് അടുത്ത ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ IAS ആണ്. അതായത് നിങ്ങൾക്കറിയാലോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ ആദ്യത്തെ ദിവസം വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സാധനം എന്താ? നമ്മൾ ഇത്രയും നാൾ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സാധനമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈവൻ ഇഫ് നിങ്ങളൊരു P&L അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ എന്ത് വരയ്ക്കണം, അല്ലെങ്കിൽ എന്ത് ജേർണൽ എൻട്രി എഴുതിയാലും എല്ലാത്തിൻ്റെയും പുറകിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ്. എല്ലാത്തിൻ്റെയും പുറകിൽ. മനസ്സിലായി? ഈവൻ ഇഫ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നതിനകത്ത് പോലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ബേസ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ജേർണൽ എൻട്രി ചെയ്താണ്. ഒരു മിനിറ്റ്. നമ്മളിപ്പോൾ ഒരു ജേർണൽ എൻട്രി ചെയ്താണ്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് വേണമെങ്കിൽ CR എന്ന് എഴുതാം. ഇതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്.
അതായത് ഒരു ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരും ഒരു യൂണിഫോം അക്കൗണ്ടിങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രിൻസിപ്പൾസ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നത്, ടെക്നിക്സ് കൊണ്ടുപോകുന്നത് എല്ലാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പം ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതുന്ന പോലും ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതാറില്ല, പകരം നമ്മൾ എന്ത് എഴുതാറുള്ളൂ, DR CR എന്ന് എഴുതാറുള്ളൂ അല്ലേ. അതെന്താണെന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രെഡിറ്റ് സംഭവം ശരിയാ, ക്രെഡിറ്റ് Cയും Rഉം ഉണ്ട്, നമ്മൾ ക്രെഡിറ്റ് എഴുതി. പക്ഷേ ഡെബിറ്റ് എഴുതുമ്പം ഇതാണ് ഡെബിറ്റിൻ്റെ സ്പെല്ലിങ്, ഇതിനകത്ത് R ഇല്ല. എന്നാലും നമ്മൾ DR എന്ന് എഴുതാറുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ എഴുതണേ? സാധാരണ നമ്മൾ ഷോർട്ട് ഫോം എഴുതുമ്പം അതിനകത്തുള്ള 2 അക്ഷരങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ എഴുതാറ്. സോ ക്രെഡിറ്റ് എഴുതുമ്പോൾ നമ്മൾ CR ആണ് യൂസ് ചെയ്യണത്, തെറ്റൊന്നുമില്ല. പക്ഷേ ഡെബിറ്റ് എന്ന് എഴുതുമ്പം നമ്മൾ DE എന്നല്ല എഴുതണേ, നമ്മൾ DR എന്നാണ് എഴുതണേ. ഞാൻ ചുമ്മാ ഒരു ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ല കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ എതിരെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? നിങ്ങൾ എത്ര നാളായി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ജേണൽ എൻട്രി എഴുതാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രെഡിറ്റ് ഓക്കെയാണ്, CR ആണ്. പക്ഷേ ഡെബിറ്റ് ആകുമ്പോൾ DE അല്ല വരണ്ടേ? പക്ഷേ നമ്മൾ DE അല്ല എവിടെ എഴുതാറ്, നമ്മൾ DR ആണ് എഴുതാറ് അല്ലേ. അതെന്തിനാ അങ്ങനെ എഴുതണേ? നോക്കാം. സോ നമ്മൾ അടുത്തൊരു ടോപ്പിക് എടുക്കുന്നത് വേറൊരു നീരജ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് ഞങ്ങൾക്ക് അടുത്ത ടോപ്പിക് എടുക്കണേ. ആ ടോപ്പിക്കിനകത്ത് നമ്മൾ ഇന്ത്യൻ IASനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സാധനമില്ല, മനസ്സിലായോ? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു IFRS വേർഷൻ ആണ് വേണമെങ്കിൽ ഏതെന്ന് പറയാം, ഇന്ത്യൻ IAS എന്ന് പറയാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു IFRS വേർഷൻ, ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ വേറൊരു വേർഷൻ. കുറേ കൂടെയൊക്കെ വ്യത്യാസം വരുന്ന കുറേ വേർഷൻസ് അതിനകത്ത് സാറ് പറയും എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നീരജ് സാറാണ് എടുക്കണേ. നീരജ് സാറ് ഈ പറയുന്നത് പോലെ ഇന്ത്യൻ IASൻ്റെ ബേസും കാര്യങ്ങളാണ് സാർ എടുക്കണേ, മനസ്സിലായി? സോ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്തുമായിട്ട് കാണാം, IFRS ആയിട്ട് കാണാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ കിടന്നോട്ടെ.